നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഡിസംബർ 17 ബുധനാഴ്ച, ധനു 2. 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ കേന്ദ്രം പ്രദർശനാനുമതി നിഷേധിച്ച സിനിമകൾ പ്രദർശിപ്പിക്കാൻ ഉറപ്പിച്ചു കേരളം. പാലസ്തീൻ 36 ഉൾപ്പെടെയുള്ള എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കാൻ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിക്ക് അനുമതി നൽകി സാംസ്കാരിക വകുപ്പ്. 2 ദിവസങ്ങളിലായി മാറ്റിവച്ചത് 14ഓളം പ്രദർശനങ്ങൾ. വയനാട് പച്ചിലക്കാട് മേഖലയിൽ ഇറങ്ങിയ കടുവയെ തുരത്തുന്ന ദൌത്യം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. പുളിക്കൽ മേഖലയിലുണ്ടായിരുന്ന കടുവ വനംവകുപ്പിന്റെ ദൌത്യത്തിനിടെ മേച്ചേരിക്കുന്ന ഭാഗത്തേക്കാണ് ഓടിയത്. ഇന്നലെ രാത്രി നിരീക്ഷണം തുടർന്നെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർമാരെ ഗവർണർ നിയമിച്ചതോടെ ഇരുവരും ഉടൻ ചുമതലയേൽക്കും. സാങ്കേതിക സർവകലാശാല വിസിയായി ഡോക്ടർ സീസ തോമസിനെയും ഡിജിറ്റൽ വിസിയായി ഡോക്ടർ സജി ഗോപിനാഥിനെയും നിയമിച്ചാണ് ഗവർണർ ഇന്നലെ ഉത്തരവിറക്കിയത്. മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയിലുണ്ടായ സമവായത്തെ തുടർന്നാണ് തീരുമാനം. സംസ്ഥാന മന്ത്രിസഭായോഗം ഇന്ന് ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗമാണിത്. പെരുമാറ്റച്ചട്ടം കാരണം മാറ്റിവെച്ച തീരുമാനങ്ങൾ ഇന്ന് മന്ത്രിസഭായോഗത്തിലുണ്ടായേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രഖ്യാപനങ്ങൾക്കും സാധ്യത. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ചയ്ക്ക് വരും. മഹാത്മാഗാന്ധിയുടെ പേരൊഴിവാക്കിയതിനൊപ്പം വേതനത്തിന്റെ 40% ബാധ്യത സംസ്ഥാനങ്ങൾക്കുമേൽ കേന്ദ്രം കെട്ടിവെച്ചെന്ന് പ്രതിപക്ഷം. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 വർദ്ധിപ്പിച്ചെന്ന് കേന്ദ്ര സർക്കാർ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം ഇന്ന്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധം നടത്തും. കോൺഗ്രസ് സ്ഥാപക ദിനമായ ഡിസംബർ 28-ന് മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങൾ ഉയർത്തി ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ കോൺഗ്രസ് പരിപാടികൾ സംഘടിപ്പിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ലൈംഗിക പീഡന കേസിലെ 2ാം പ്രതിയും സുഹൃത്തുമായ ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ഭ്രൂണഹത്യയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിർദ്ദേശപ്രകാരം മരുന്ന് കൈമാറിയത് ജോബിയാണെന്നായിരുന്നു അതിജീവിതയുടെ മൊഴി. ചലച്ചിത്ര പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ സിപിഐഎം സഹയാത്രികനും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ചലച്ചിത്ര അക്കാദമിക്ക് നോട്ടീസ് നൽകാനാണ് പോലീസിന്റെ നീക്കം. ദുരനുഭവം ജൂറിയെ അറിയിച്ചിരുന്നെന്ന പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ജൂറിയോടും വിശദീകരണം തേടും. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സർക്കാരിന് വേണ്ടി നേരിട്ട് ഹാജരാകും. കേസിലെ പ്രതികളായ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, മുൻ MD KM രതീഷ് എന്നിവർക്കെതിരെ സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തതാണ് ഹർജിക്ക് കാരണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ FIR ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കും. EDക്ക് രേഖകൾ കൈമാറാൻ കഴിയില്ലെന്ന നിലപാടിൽ സർക്കാർ. അന്വേഷണത്തിന്റെ രഹസ്യാന്വേഷണത ചൂണ്ടിക്കാട്ടി ED ആവശ്യത്തെ എതിർക്കാനാണ് SITയുടെ തീരുമാനം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനാരെന്ന് UDF ഇന്ന് പ്രഖ്യാപിക്കും. കോൺഗ്രസും മുസ്ലിം ലീഗും തവണ വ്യവസ്ഥയിൽ അധ്യക്ഷ സ്ഥാനം പങ്കിടും. LDFന് മേൽക്കൈ ലഭിച്ച കോഴിക്കോട് കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്കും UDF മത്സരിക്കും. SK അബൂബക്കർ UDFന്റെ മേയർ സ്ഥാനാർത്ഥിയാകും. തമിഴ്നാട്ടിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. കഴിഞ്ഞ തവണ ഹർജിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി സുപ്രീം കോടതി തേടിയിരുന്നു. തമിഴ്നാട് മധുര തിരുപ്പരൻകുന്றம் കാർത്തിക ദീപം കേസിൽ മദ്രാസ് ഹൈക്കോടതിയിൽ ഇന്നും വാദം തുടരും. വഖഫ് ബോർഡിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും വാദങ്ങൾ ഇന്നലെ ആരംഭിച്ചിരുന്നു. 1994-ലെ വിധി പ്രകാരം മലമുകളിൽ വിളക്ക് തെളിയിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ദേവസ്ഥാനമെന്ന് കോടതി നിരീക്ഷണം. പാലിയേക്കര ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത് ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഗതാഗതം സുഗമമാകാതെ ടോൾ പിരിക്കരുതെന്ന സുപ്രീംകോടതിയുടെ മുൻ വിധി ലംഘിച്ചാണ് ഹൈക്കോടതി തീരുമാനമെടുത്തതെന്ന് ഹർജിയിൽ വാദം. ഗതാഗത യോഗ്യമല്ലാതെ ടോൾ പിരിക്കുന്നത് പൊതു താൽപര്യത്തിന് വിരുദ്ധമാണെന്നും ഹർജിക്കാർ. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ.
ഡിജിറ്റൽ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ബിഗ് ബോസ് താരം ബ്ലെസ്ലിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോഴിക്കോട് CJM കോടതിയിലാണ് ഹാജരാക്കുക. കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിലാണ് ബ്ലെസ്ലി പിടിയിലായത്. എറണാകുളം കോലഞ്ചേരിയിൽ ബേക്കറി ഉടമയെ മർദ്ദിച്ച സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശികളായ 5 പേർ പോലീസ് പിടിയിൽ. പിടിയിലായത് മുഹമ്മദ് ഫൈസൽ, റമീസ് സുൽഫിക്കർ, ആഷിഖ് അമീർ, നിധിൻ, അനു, സനൽ എന്നിവർ. കോഴിക്കോട് വടകരയിൽ 6ാം ക്ലാസ്സുകാരനെ ഉപദ്രവിച്ച കേസിൽ പിതാവ് അറസ്റ്റിൽ. ജോമോൻ എന്ന ആളെയാണ് പോലീസ് പിടികൂടിയത്. തടഞ്ഞുവെക്കൽ, പരിക്കേൽപ്പിക്കൽ, ബാലനീതി വകുപ്പുകൾ പ്രകാരമാണ് കേസ്. മർദ്ദനത്തിന് പ്രേരണ നൽകിയതിന് രണ്ടാനമ്മയ്ക്കെതിരെയും പോലീസ് കേസെടുത്തു. ഇടുക്കി രാജകുമാരിയിൽ പട്ടാപ്പകൽ വൃദ്ധയെ വീടിനുള്ളിൽ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്നു. നടുമുറ്റം സ്വദേശി മറിയക്കുട്ടിയെ കെട്ടിയിട്ട ശേഷം 1.5 പവൻ സ്വർണവും 5000 രൂപയും കവർന്നു. കോഴിക്കോട് നെല്ലിക്കോട് ഓടയിൽ വീണ് പരിക്കേറ്റ വയോധിക മരിച്ചു. നെല്ലിക്കോട് സ്വദേശി ചിന്താമണിയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശബരിമല സന്നിധാനത്ത് സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ 4ാമത്തെ ബാച്ച് ഇന്ന് ചുമതലയേൽക്കും. 3ാം ഘട്ടത്തിൽ 1600 പോലീസുകാരാണ് ഡ്യൂട്ടിയിലുള്ളത്. 10 ദിവസമാണ് ഓരോ ബാച്ചിന്റെയും സേവന കാലാവധി. ആലുവയ്ക്ക് സമീപം കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കീഴ്മാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം മേക്കര വീട്ടിൽ സന്ദീപാണ് മരിച്ചത്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മാടപ്പള്ളിത്താഴം പാടശേഖരത്തിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊല്ലം മണിയാർ പരവട്ടം ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. നാട്ടുകാരും അഞ്ചൽ RRTയും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് കാട്ടുപോത്തിനെ വനമേഖലയിലേക്ക് കാടുകയറ്റിയത്. സർവകാല റെക്കോർഡുമായി KSRTC ഡിസംബർ 15-ാം തീയതി പ്രതിദിന ടിക്കറ്റ് കളക്ഷൻ 10 കോടി രൂപയിലെത്തി. ജീവനക്കാരെ അഭിനന്ദിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 1246 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 43 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 46 പേർ അറസ്റ്റിൽ. പിണറായി സർക്കാരിന്റെ അഴിമതി ഭരണത്തിനുള്ള തിരിച്ചടിയാണെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായത് എന്ന പത്തനംതിട്ട DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ CPIM നേതാക്കൾക്ക് ജനം താക്കീത് നൽകിയെന്നും സതീഷ് കൊച്ചുപറമ്പിൽ. പത്തനംതിട്ട പെരുന്നാട് അനധികൃതമായി 40 ലിറ്റർ വിദേശ മദ്യം പിടികൂടി. എരുമേലി കണമല സ്വദേശി ലിനീഷ്, KP കണമല അഴുതമുനി സ്വദേശി ഷിജിൻ PS എന്നിവരാണ് പിടിയിലായത്. ശബരിമലയിൽ ട്രാക്ടർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അയ്യപ്പ ഭക്തർക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അടിയന്തര ധനസഹായം കൈമാറി. ചികിത്സയിലുള്ള ആന്ധ്ര സ്വദേശിനി ലേക്കാവു സുനിത, ഇടുക്കി പാമ്പാടുംപാറ സ്വദേശി രാധാകൃഷ്ണൻ എന്നിവർക്ക് 25,000 രൂപ വീതവും, കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള തമിഴ്നാട് സ്വദേശി വീരമണിക്ക് 10,000 രൂപയും ധനസഹായം കൈമാറി. മതിയായ രേഖകളില്ലാതെ മത്സ്യബന്ധനത്തിനിറങ്ങിയ 3 ബോട്ടുകൾ മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. അനധികൃതമായ രൂപമാറ്റം വരുത്തുകയും ബന്ധപ്പെട്ട രേഖകൾ പുതുക്കാതിരിക്കുകയും ചെയ്തതിനാണ് നടപടി. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം. മൂവാറ്റുപുഴ പായിപ്രയിൽ പെയിന്റിംഗ് ജോലികൾക്കായി എത്തിച്ച ലോറി കത്തിനശിച്ചു. ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടിയായിരുന്നു സംഭവം. ലോറിയുടെ എഞ്ചിനും ക്യാബിനും പൂർണ്ണമായി കത്തിനശിച്ചു. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ കാട്ടാനയാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ AV മുകേഷിന്റെ പുസ്തകം പുറത്തിറങ്ങുന്നു. അതിജീവിതം, അതിജീവനത്തിന്റെ കുറിപ്പുകൾ എന്ന പുസ്തകമാണ് പുറത്തിറക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ പുസ്തകം പ്രകാശനം ചെയ്യും. ശബരിമല സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കി സംഗീതജ്ഞൻ രാജീവ് ആദികേശവിന്റെ സംഗീത പരിപാടി അമൃതവർഷിണി. ഭക്തിഗാനങ്ങളും ശാസ്ത്രീയ സംഗീതവും കോർത്തിണക്കി അവതരിപ്പിച്ച ഗാനസുധ തീർത്ഥാടകർക്കും ആസ്വാദകമായി. 16 വർഷം തുടർച്ചയായി അയ്യപ്പസന്നിധിയിൽ ഭക്തിഗാനാലാപനം നടത്തിവരികയാണ് രാജീവ്. മാധ്യമപ്രവർത്തകൻ വിമൽ കോട്ടക്കൽ രചിച്ച നമ്മളെങ്ങനെ നമ്മളായി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിച്ചു. കഥാകൃത്ത് ബിജു CP പുസ്തകം ഏറ്റുവാങ്ങി. കലാനിരൂപകൻ ഡോക്ടർ NP വിജയകൃഷ്ണൻ മുഖ്യാതിഥിയായി.
അനധികൃത മദ്യനിർമ്മാണവും വിതരണവും തടയുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള ജനകീയ സമിതിയുടെ കോട്ടയം ജില്ലാതല യോഗം ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് എക്സൈസ്, പോലീസ് സംയുക്ത പരിശോധന നടത്തണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകി. പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിലാകണം പരിശോധനയെന്നും നിർദ്ദേശം. ഉസ്താദ് സക്കീർ ഹുസൈന്റെ ഒന്നാം ചരമവാർഷികം തൃശൂർ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ വെച്ച് ആചരിച്ചു. ചടങ്ങ് അനന്തപത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ കുടുംബശ്രീ സംരംഭകരെയും വിവിധ മേഖലകളിലെ വിതരണക്കാരെയും പങ്കെടുപ്പിച്ച് ബിസിനസ് ടു ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. ജില്ലയിലെ കുടുംബശ്രീ സംരംഭകരുടെ വിവിധ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ PC കവിത ഉദ്ഘാടനം ചെയ്തു. ചരിത്ര നേട്ടവുമായി നോർക്ക ട്രിപ്പിൾ വിൻ കേരള പദ്ധതി വഴി 1000 നഴ്സുമാർ ജർമ്മനിയിലെത്തിയതിന്റെ ആഘോഷം സംഘടിപ്പിച്ചു. ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ മികച്ച നേട്ടം കൈവരിക്കാനായെന്ന് നോർക്ക വൈസ് ചെയർമാൻ P ശ്രീരാമകൃഷ്ണൻ. ഇനി പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ ആദ്യമായി ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. നെയ്യാർ ജിംഗിൾ ഫിയേസ്റ്റ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് ഡിസംബർ 23 വൈകിട്ട് 5 മണിക്ക് തുടക്കമാകും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ 2026 ജനുവരി 1 സമാപിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചെലവുകളുടെ കണക്കുകൾ 2026 ജനുവരി 11 വരെ നൽകാം. മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും ചെലവഴിച്ച കണക്കുകൾ അതത് തദ്ദേശ സ്ഥാപന സെക്രട്ടറി മുൻപിൽ സമർപ്പിക്കണം. ശരിയായ കണക്കുകൾ യഥാസമയം നൽകാത്തവരെ അയോഗ്യരാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലം ആശ്രാമം മൈതാനത്ത് ഡിസംബർ 22 മുതൽ ജനുവരി 1 വരെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയർ സംഘടിപ്പിക്കുന്നു. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുറമെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ സ്റ്റോളുകൾ സജ്ജമാക്കാനും അവസരമുണ്ട്. സ്റ്റോളുകൾ ലഭിക്കുന്നതിന് ഡിസംബർ 19 സപ്ലൈകോ ഡിപ്പോ മാനേജരുമായി ബന്ധപ്പെടണം. ദേശീയ വാർത്തകൾ. ഡൽഹി വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഡൽഹി വായു മലിനീകരണത്തിൽ ഇന്ന് കോടതി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചേക്കും. കഴിഞ്ഞ തവണ അമിക്കസ് ക്യൂറി വായു മലിനീകരണത്തിലെ ആശങ്ക കോടതിയെ അറിയിച്ചിരുന്നു. സർവകലാശാല ചാൻസലർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാൾ നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതി തള്ളി. രാഷ്ട്രപതി ദ്രൌപദി മുർമു തള്ളിയത് 3 ഭേദഗതി ബില്ലുകൾ. ഗോവ നിശ ക്ലബ്ബ് തീപിടുത്തത്തിൽ പ്രതികളായ ലുത്ര സഹോദരന്മാരെ ഇന്ന് ഗോവയിലെത്തിക്കും. ഇന്നലെ തായ്ലൻഡിൽ നിന്നും ഡൽഹിയിലെത്തിച്ച ഗൌരവ് ലുത്രയെയും സൌരവ് ലുത്രയെയും 2 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. അപകടം നടന്ന 10ാം ദിവസമാണ് തായ്ലൻഡിൽ നിന്നും ഇരുവരെയും നാട്ടിലെത്തിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയുമായി കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവാൻ. ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തന്നെ പരാജയം നേരിടേണ്ടി വന്നുവെന്ന് വിവാദ പരാമർശം. ഇന്ത്യൻ പോർ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടതോടെ വിമാനങ്ങൾ കൂട്ടത്തോടെ പിൻവലിച്ചെന്നും പ്രസ്താവന. രാജ്യത്ത് മാതൃമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലെന്ന് കേന്ദ്ര സർക്കാർ. A. റഹീം MP ചോദിച്ച ഉപചോദ്യത്തിനാണ് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേലിന്റെ മറുപടി. 2021 മുതൽ 2023 വരെ കേരളത്തിലെ മാതൃമരണ നിരക്ക് 30 മാത്രമെന്നും കണക്കുകൾ. മാലദ്വീപിൽ നടന്ന ക്യാരം വേൾഡ് കപ്പിലെ വിജയികളായ കായിക താരങ്ങൾക്ക് തമിഴ്നാട് സർക്കാരിന്റെ ഇൻസെന്റീവ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിതരണം ചെയ്തു. 1.9 കോടി രൂപയാണ് വിതരണം ചെയ്തത്. തമിഴ്നാട് മയിലാടുതുറയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 3 പേർക്ക് പരിക്കേറ്റു. തിരുവിലന്തൂർ പെരുമാൾ കോവിൽ സ്ട്രീറ്റിലെ മുരുകാനന്ദം, ഭാര്യ സരസ്വതി, മകൾ സന്ധ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. കർണാടകയിൽ കർഷകർക്കായി കൃഷി വകുപ്പ് മുഖേന കേന്ദ്രം അനുവദിച്ച യൂറിയ മറിച്ചുവിറ്റു. യൂറിയ കുംഭകോണം പുറത്തുവന്നത് സ്വകാര്യ ഗോഡൌണിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ. തമിഴ്നാട്ടിലെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി രൂപീകരിച്ച സമിതി വിവരശേഖരണം നടത്തി. വാൽപ്പാറ നഗരസഭയിലെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമാണ് വിവരങ്ങൾ ശേഖരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും 2 ദ്രാവിഡ പാർട്ടികളെയും ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്ന് തമിഴക വെട്രിക്കഴകം. വിജയ് മുഖ്യമന്ത്രിയാകുന്നത് ആര് വിജയിച്ചാലും തടയാൻ കഴിയില്ലെന്ന് TVK ചീഫ് കോർഡിനേറ്റർ
കെ എ സെങ്കോട്ടയ്യൻ. മധ്യപ്രദേശിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ രക്തം സ്വീകരിച്ച 4 കുട്ടികൾക്ക് HIV ബാധിച്ചതായി റിപ്പോർട്ട്. രോഗം സ്ഥിരീകരിച്ചത് യശ്വന്ത് റാവു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 8-നും 10-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒമാനിൽ. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ധാരണ. ഒമാൻ സുൽത്താനുമായി കൂടിക്കാഴ്ച നടത്തും. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ പ്രധാന പട്ടണമായ ഉവിറയിൽ നിന്ന് പിന്മാറുമെന്ന് M23 സായുധ സംഘം. കഴിഞ്ഞയാഴ്ചയാണ് M23 ഉവിറ പിടിച്ചെടുത്തത്. അമേരിക്കയുടെ അഭ്യർത്ഥന പ്രകാരമാണ് പിന്മാറ്റം. ഇന്റർനാഷണൽ റെസ്ക്യൂ കമ്മിറ്റിയുടെ എമർജൻസി വാച്ച് ലിസ്റ്റിൽ സുഡാനും പാലസ്തീനും ഒന്നാമത്. ദക്ഷിണ സുഡാൻ, എത്യോപ്യ, ഹെയ്ത്തി, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളും പട്ടികയിൽ മുമ്പിൽ. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിലെ 25 റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ ഇസ്രയേൽ സൈന്യം. 19 പുതിയ കുടിയേറ്റ പദ്ധതികൾക്ക് ഇസ്രയേലിന്റെ അംഗീകാരം. വെള്ളപ്പൊക്കമുണ്ടായ മൊറോക്കോയിലെ സാഫി മേഖലയിൽ ദുരിതാശ്വാസ പ്രവർത്തനം തുടരുന്നു. വെള്ളപ്പൊക്കത്തിൽ മരിച്ചത് 37 പേർ. നിരവധി പേർ പരുക്കേറ്റ് ചികിത്സയിൽ. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ച് ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരിൽ ഒരാൾ ഇന്ത്യക്കാരൻ. ആക്രമണം നടത്തിയ സാജിദ് അക്രം ഹൈദരാബാദ് സ്വദേശിയെന്ന് റിപ്പോർട്ടുകൾ. ഓസ്ട്രേലിയയിലേക്ക് താമസം മാറിയത് 1998-ൽ. അക്രമിയെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം. ബ്രിട്ടന്റെ സുരക്ഷയ്ക്ക് റഷ്യ ഏറ്റവും വലിയ ഭീഷണിയാണെന്നും റഷ്യയുമായുള്ള യുദ്ധം ആസന്നമായിരിക്കുന്നുവെന്നും ബ്രിട്ടന്റെ ചാരശൃംഖലയായ MI6ന്റെ പുതിയ മേധാവി ബ്ലെയ്സ് മേട്രൂവേലി. ബ്രിട്ടന്റെ ചാരന്മാർ യുക്രൈനെ കൈവിടില്ലെന്നും മേട്രൂവേലി. പസഫിക് സമുദ്രത്തിൽ മയക്കുമരുന്ന് കടത്തുന്നുവെന്നാരോപിച്ച് 3 ബോട്ടുകൾക്ക് നേരെ US ആക്രമണം. ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടതായി US സൈന്യം. യുഎസിൽ ഗ്രീൻ കാർഡിനായുള്ള അഭിമുഖത്തിനിടെ ഇന്ത്യൻ വംശജയെ കസ്റ്റഡിയിലെടുത്തു. പിടിയിലായത് 1994 മുതൽ യുഎസിൽ താമസിക്കുന്ന ബബിൾജീത് ബലി കൌർ. നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. ബഹ്റൈനിൽ ശക്തമായ മഴയും ഇടിമിന്നലും വ്യാഴാഴ്ച വരെ തുടരുമെന്ന് കാലാവസ്ഥാ മന്ത്രാലയം. കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയെന്നും മുന്നറിയിപ്പ്. ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന 963 തടവുകാർക്ക് മാപ്പ് നൽകി ഹമദ് രാജാവ്. വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട തടവിൽ കഴിയുന്നവരും ശിക്ഷാ കാലാവധിയുടെ നിശ്ചിത ഭാഗം പൂർത്തിയാക്കിയവരും മോചിതരാകും. തായ്ലൻഡ് കംബോഡിയ സംഘർഷത്തിൽ കംബോഡിയയാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കേണ്ടതെന്ന് തായ്ലൻഡ് വിദേശകാര്യ മന്ത്രാലയം. ജൂലൈയിൽ നടന്ന സംഘർഷത്തിൽ വെടിനിർത്തൽ വന്നതിന് ശേഷം ഈ മാസം വീണ്ടും ആക്രമണം ആരംഭിച്ചിരുന്നു. ബ്രസീലിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി തകർന്നു വീണതിൽ അന്വേഷണം. യഥാർത്ഥ കാരണം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ചു. പ്രതികൂലമായ കാലാവസ്ഥയല്ലാതെ അപകടത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അന്വേഷിക്കും. ബിസിനസ് വാർത്തകൾ. ജനുവരി 1 മുതൽ രാജ്യത്തെ ബാങ്കിംഗ് രംഗത്ത് സുപ്രധാന മാറ്റങ്ങൾ നിലവിൽ വരുമെന്ന സൂചന നൽകി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സീറോ ബാലൻസ് അക്കൌണ്ടുകളിലും ഉപഭോക്താക്കൾക്ക് വലിയ സൗജന്യങ്ങൾ നൽകുന്നതായിരിക്കും മാറ്റങ്ങളെന്നും റിസർവ് ബാങ്ക്. റെഡി ടു കുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉൽപ്പന്നങ്ങളുടെ വിപണിയിൽ സാന്നിധ്യം ശക്തമാക്കാൻ റിലയൻസ് ഇൻഡസ്ട്രീസ് സ്നാക്സ് തമിഴ്നാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഉദയംസ് ആഗ്രോ ഫുഡ്സിനെ റിലയൻസ് ഏറ്റെടുത്തി. റഫാൽ യുദ്ധവിമാനങ്ങളുടെ ഇന്ത്യയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ SFO ടെക്നോളജീസ് വിമാനത്തിനുള്ള RBE-2 AESA റഡാറിന്റെ സങ്കീർണമായ വയർഡ് ഘടകങ്ങളുടെ നിർമ്മാണത്തിലാണ് ഫ്രഞ്ച് കമ്പനിയായ തെയിൽസുമായി SFO ടെക്നോളജീസ് സഹകരിക്കുക. സൗദിയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിപണി 180 രാജ്യങ്ങളിലേക്ക് വികസിച്ചെന്ന് വ്യവസായ മന്ത്രി ബന്ദർ അൽ ഖുറൈഫ്. മെയ്ഡ് ഇൻ സൗദി പ്രോഗ്രാമിൽ 3700 ദേശീയ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ലോക വിപണികളിലേക്ക് കയറ്റി അയക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണം 19,000 കവിഞ്ഞെന്നും മന്ത്രി. കായിക വാർത്തകൾ. ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം PSG-യുടെ ഉസ്മാൻ ഡെംബലയ്ക്ക്. ബാഴ്സലോണയുടെ ഐറ്റാന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. ലൂയിസ് എൻറിക്കെ മികച്ച പരിശീലകൻ.
IPL മിനി താരലേലത്തിൽ ടീമുകൾ സ്വന്തമാക്കിയത് 29 വിദേശികൾ ഉൾപ്പെടെ 77 താരങ്ങളെ. ആകെ ചെലവഴിച്ചത് 215 കോടി രൂപ. ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫൈനൽ ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:30 നടക്കുന്ന കലാശ പോരാട്ടത്തിൽ PSG ഫ്ലമംഗോയെ നേരിടും. ലിവർപൂൾ ഫുട്ബോൾ ടീമിന്റെ വിക്ടറി പരേഡിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റിയ പ്രതിക്ക് 21 വർഷം തടവ് ശിക്ഷ. തടവ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റിയ പോൾ ഡോയലിന്. മെയ് 26 നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റത് 130 പേർക്ക്. പ്രഭാസിന്റെ ഹൊറർ ഫാന്റസി ചിത്രം രാജാ സാബിലെ രണ്ടാമത്തെ ഗാനം ഇന്ന് റിലീസ് ചെയ്യും. വൈകിട്ട് 6:30 സോഷ്യൽ മീഡിയയിൽ ഗാനമെത്തും. തമൻ ആണ് സംഗീത സംവിധാനം. നടൻ രാജേഷ് മാധവൻ ആദ്യമായി സംവിധാനം ചെയ്ത പെണ്ണും പൊറാട്ടും എന്ന ചിത്രം ഇന്ന് കേരള അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കും. ശ്രീ തിയേറ്ററിൽ വൈകുന്നേരം 6:15 പ്രദർശനം. ആയുഷ്മാൻ ഖുറാനയും രശ്മിക മന്ദാനയും പ്രധാന വേഷങ്ങളിലെത്തിയ ബോളിവുഡ് ഹൊറർ കോമഡി ചിത്രം തമ്മ OTT-ൽ. ചിത്രത്തിന്റെ OTT റിലീസ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ്. ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ സ്വന്തമാക്കി രൺവീർ സിംഗിന്റെ ധുരന്ധർ. 10 ദിവസം കൊണ്ട് ചിത്രം 500 കോടി ക്ലബിലെത്തി. ഒരു ഹിന്ദി സിനിമ നേടുന്ന ഏറ്റവും മികച്ച രണ്ടാമത്തെ വാരാന്ത്യ കളക്ഷനാണ് ധുരന്ധറിന്റേത്. വനമാലി പ്രോജക്ടിന്റെ ബാനറിൽ ഭാസ്കർ ബന്ധുപള്ളി രചന നടത്തി സംവിധാനം ചെയ്യുന്ന ഗിരിജയുടെ ചിത്രീകരണം പൂർത്തിയായി. പുതുമുഖങ്ങൾ അണിനിരക്കുന്ന ചിത്രത്തിൽ ത്രില്ലർ ജോണറിലാണ് എത്തുന്നത്. ഗൗതം വസുദേവ് മേനോൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് OTT-ലേക്ക്. മമ്മൂട്ടിക്കൊപ്പം ഗോകുൽ സുരേഷ്, വിജയ് ബാബു, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവർ അഭിനയിച്ച കോമഡി ത്രില്ലർ ചിത്രം ഡിസംബർ 19 മുതൽ C5-ലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. നിവിൻ പോളിയുടെ ആദ്യ വെബ് സീരീസായ ഫാമ റിലീസിനൊരുങ്ങുന്നു. മെഡിക്കൽ ഡ്രാമ ജോണറിലിറങ്ങുന്ന സീരീസ് ഡിസംബർ 19 ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ച് ആക്രമണം നടത്തിയ ഭീകരരെ AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി ന്യായീകരിച്ചു എന്ന തരത്തിൽ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോ AI നിർമ്മിതമാണ്. IPL 19ാം സീസൺ മത്സരങ്ങൾ മാർച്ചിൽ ആരംഭിക്കും. മത്സരങ്ങൾ മാർച്ച് 26-നും മെയ് 31-നും ഇടയിലായിരിക്കുമെന്ന് BCCI. അമേരിക്കയിലേക്കുള്ള യാത്രാ വിലക്ക് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സിറിയ ഉൾപ്പെടെ 7 രാജ്യങ്ങളുടെ പൌരന്മാർക്കും പാലസ്തീനിയൻ അതോറിറ്റി പാസ്പോർട്ട് കൈവശമുള്ളവർക്കും US-ലേക്കുള്ള പ്രവേശനം ഇനി അനുവദിക്കില്ലെന്ന് വൈറ്റ് ഹൌസ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കണ്ട വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ. സഹകരണം, പ്രതിരോധം അടക്കം നിരവധി വിഷയങ്ങൾ ചർച്ചയായി. ഇപ്പോൾ കിട്ടിയത് അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സി പങ്കെടുത്ത കൊൽക്കത്തയിലെ ചടങ്ങ് അലങ്കോലമായതിനു പിന്നാലെ ബംഗാൾ കായിക മന്ത്രി രാജിവെച്ചു. കായിക വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി മമതാ ബാനർജി ഏറ്റെടുത്തു. കോപ്പ ഡെൽ റിയോയിൽ ബാഴ്സലോണയ്ക്ക് ജയം. ഗ്വാഡാലാജാറയെ തകർത്തത് എതിരില്ലാത്ത 2 ഗോളിന്. ദുബായിൽ ട്രാഫിക് സിഗ്നലുകൾ ഇനി ഡ്രോണുകൾ വൃത്തിയാക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതിയുടൻ നടപ്പാക്കാൻ ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയുടെ തീരുമാനം. 100 ന്യൂസിന്റെ സമയം പൂർണ്ണമാവുകയാണ്.